എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നെ എൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആര്യനന്ദ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആര്യനന്ദ അവളുടെ കൈ സഞ്ജുവിൻ്റെ ഷോൾഡറിൽ വെച്ചു. ഇത് കണ്ട് നന്ദനയ്ക്ക് സഹിക്കാൻ കഴിയാണ്ട് ആര്യോട് നല്ല ദേഷ്യത്തോട് സംസാരിച്ചു. നിർത്തടി, എത്ര നാളിതിങ്ങനെ പോകുന്നു ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ക്ഷമിക്കായിരുന്നു ഓരോ ദിവസം. എനിക്കിപ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല. നിന്റെ കൈ എൻ്റെ സഞ്ജു സാറിൻ്റെ മീത് തൊട്ടാ അന്ന് നീ ലോകം കാണില്ല. പിന്നെ സഞ്ജു സാറിന് എന്താ തോന്നുന്നത്? ഒരു പെണ്ണ് സഞ്ജു സാറിൻ്റെ ശരീരത്തിൽ തൊട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഒന്നും തോന്നണ്ടേ സഞ്ജു സാറിന്? എനിക്ക് ഒന്നും പറയാനില്ല സഞ്ജു സാർ ചിന്തിച്ചു നോക്ക്, എന്നിട്ട് മതി. നന്ദനൻ്റെ ഓരോ വാക്കുകൾ കേട്ട് സഞ്ജുവിന് സഹിക്കാൻ കഴിയാത്ത ദേഷ്യമായിരുന്നു ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നത്. സ്വന്തം ഫ്രണ്ടിനെ അപമാനിക്കാന്ന് പറയുന്നത് അവന് ഇഷ്ടമല്ല. എൻ്റെ ഫ്രണ്ടിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിലല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ നിന്നെനിക്ക് ഫയർ ഇടാൻ അറിയാണ്ടല്ലേട്ടാ. അവൾക്ക് ഒരു കെട്ടിയാണ് മക്കളുള്ളതാ, അതുകൊണ്ട് നീ മറക്കണ്ട അതൊന്നും. അവളുടെ കൈ എൻ്റെ ഷോൾഡറിന് മേത്തിട്ടെന്ന് വിചാരിച്ചാൽ എന്ത് കാര്യമുള്ളത് നിനക്ക്? നീ എൻ്റെ ഒരു സ്റ്റാഫാണ്, എൻ്റെ ഓഫീസിലത്തെ ഒരു സ്റ്റാഫ്. അത് നീ മറക്കണ്ട ടാ. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. ഐ സെഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. സഞ്ജു പ്ലീസ് കം ഡൗൺ. അവൾക്ക് ഒന്നും അറിയാണ്ടല്ലേ എനിക്കൊരു ഹസ്ബൻഡും പിന്നെ കുട്ടികളുണ്ടെന്ന്. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. അവൾ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഫ്ലേർട്ട് ചെയ്യാന്ന്. എൻ്റെ കൈ നിൻ്റെ ശരീരത്തെ തൊട്ടേന് എനിക്കത് അൺകംഫർട്ടബിളായി തോന്നിയില്ലല്ലോ. അല്ല, ഞാൻ അറിയാതെ. എനിക്ക് അൺകംഫർട്ടബിൾ ഒന്നും ആയിട്ടില്ല. പിന്നെ നീ പറഞ്ഞില്ലേ നീ ഈ വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിന്ന്. നീ ഇപ്പോൾ പോകും, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഇങ്ങോട്ടൊന്നും വരണ്ട. പിന്നെ എനിക്ക് നന്ദനോട് 2-3 വാക്കുകൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. നീ പൊക്കോ. അത് നീ കേട്ടി വന്നത് എനിക്ക് വിഷമം, അതുകൊണ്ട് നീ പൊക്കോ. ഞാൻ പോണ്. പിന്നെ അവളെ വല്ലാണ്ട് അങ്ങനെ ചീത്ത പറയണ്ട കേട്ടോ, അവളെ അറിയാണ്ടല്ലേ. എന്നാ ശരി, ഞാൻ പോട്ടെ. എൻ്റെ പൊന്നു ദൈവമേ, സമയം 10. ഈ പൂത്ത് ഉറങ്ങണം നോക്ക്. പക്ഷെ ഇവനിങ്ങനെ ഉറങ്ങാറില്ലല്ലോ. ആവോ, നല്ല പനിയുണ്ടല്ലോ. ഡോക്ടറെ വിളിക്കാം നല്ലത്. സമയത്രേ ഈശ്വര, നേരം വൈകില്ല. കീർത്തന, നീ എന്താ എന്നെ വിളിക്കാണ്ടിരുന്നത്? എനിക്കിന്ന് ഓഫീസിൽ പോകാനുള്ളതല്ലേ, നീ എന്താ എന്നെ വിളിക്കാണ്ടിരുന്നേ? നല്ല ആളോടെ ഞാൻ പറയണത്. പനിയുള്ള ആള് ഓഫീസിൽ പോയിട്ട് അവിടെ വല്ലതും പറ്റണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും വന്നാൽ ഞാൻ നിന്നെ നോക്കണ്ടേടാ. അപ്പൊ നീ മിണ്ടാണ്ടെന്ന് ഇവിടെ കിടന്ന് മരുന്നേക്ക് ട്ടാ. പക്ഷേടി, ഇന്ന് ഒരു അർജന്റായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമോ? അതുകൊണ്ട് ഞാൻ ഒന്ന് പോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നേരം വൈകിയിരിക്കുക. അതുകൊണ്ട് ഞാൻ പോട്ടെ കീർത്തന്നെ, പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ ഓഫീസിലേക്ക് വിടില്ല. എന്ത് അർജന്റ് മീറ്റിംഗ് ഉണ്ടായാലും ശരി, ഹെൽത്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള ജോലി മാങ്ങൊക്കെ. നീ ഇവിടെ കുത്തിരിക്കുക 2 ദിവസം, അത് കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ? എൻ്റെ പൊന്നു കീർത്തനെ ഞാൻ സമ്മതിപ്പിച്ചു. ഞാൻ ഇന്നും നാളെയും പോലെ. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പോകുന്നതായിരിക്കും. ഞാൻ എന്ത് പറയാനാണ് ആവോ. എനിക്ക് ഈ പനി ഉണ്ടായെന്ന് പറഞ്ഞാൽ പോരെ. ശരിയടി, നീ ഇപ്പൊ പോക്കോ. ഗുഡ് ബോയ് അബി. അവസാനം ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ നീ. ദൈവമേ, നീ അവസാനം നന്നായല്ലോ. എടാ, ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, നീ അത് സീരിയസ് ആയി എടുക്കണ്ട. ഞാനേ മരുന്ന് എടുക്കട്ടെ. മരുന്ന് കഴിക്കാനുള്ള സമയം പറയും, അതുകൊണ്ടാ. നീ ഇപ്പോ റെസ്റ്റ് ചെയ്യട്ടാ, ഞാൻ പോട്ടെ. നന്ദനെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. നീ ഒരു സാധാരണ സ്റ്റാഫാണ്, എൻ്റെ ഓഫീസിലത്തെ ഒരു സ്റ്റാഫ്. നിൻ്റെ ആരുമല്ല അത്. എൻ്റെ ഫ്രണ്ട്സിനെ നീ എന്തിനാ ഇൻസൾട്ട് ചെയ്യണേ? ഒന്നും അറിയാണ്ട് എൻ്റെ ഫ്രണ്ട്സിന് ചീത്ത പറയാം. അവൾ എൻ്റെ ഷോൾഡറിലല്ലേ തൊട്ടെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ. പക്ഷെ തനിക്കറിയാം എൻ്റെ ഫീലിങ്സ് ഇല്ല, എന്നെ എത്ര ഹേർട്ട് ചെയ്യുന്നറിയില്ല.
തൻ്റെ ഷോൾഡറിന്മ ഒരു പെണ്ണ് ആ പെണ്ണിൻ്റെ കൈ തൻ്റെ ഷോൾഡറിന്മ തൊട്ടപ്പോൾ എനിക്ക് എത്ര വേദനിച്ചെന്നറിയോ? എൻ്റെ ഹൃദയം എങ്ങനെ പൊട്ടി തകർന്നെന്നറിയോ? ഇല്ല, തനിക്ക് അങ്ങനെ അറിയില്ല. എപ്പോഴും എന്നെ ചീത്ത പറയാ, എപ്പോഴും എന്നെ ഷൗട്ട് ചെയ്യുക. ഞാനിപ്പോൾ ചിന്തിക്കാം ഈ ഓഫീസിൽ നിന്ന് പോവാൻ. തന്നെ കൊണ്ട് എനിക്ക് വയ്യാണ്ടായി. തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയല്ലേ. നീ ഇതൊക്കെ പറയാനേ എൻ്റെ ആരും നീ എൻ്റെ ആരുമല്ല. എനിക്ക് വേണമെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ അറിയാണ്ടല്ല ട്ടാ. ഇനി എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്താൽ ഇതല്ല ഇതിൻ്റെ അപ്പുറേക്ക് നീ കാണാം. നീ ഇനി പൊക്കോ. ഐ സെഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ് പ്ലീസ്. ഞാൻ പൊക്കോളാം. പിന്നെ ഒന്നോർക്കണം, ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്നൊക്കെ ഒന്നുള്ളില് ആലോചിച്ച് നോക്ക്. അപ്പം തന്നെ എനിക്കറിയാം എൻ്റെ ഫീലിങ്സ് എന്തിട്ടാന്ന്. ഞാൻ പോവാ, ഞാൻ പൊക്കോളാം. തനിക്ക് എന്നെ കൊണ്ട് മടുത്തൂലേ? ശരി, ഞാൻ പൊക്കോളാം. ഞാൻ എന്തിനാ നിന്റെ വാക്കുകളൊക്കെ ആലോചിക്കണേ? എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടൂല. നീ ഇപ്പൊ പോ. ശല്യങ്ങള് അല്ലാണ്ട് എന്താ പറയണ്ടേ. ഇവള് എന്നാണ് ഈ ഓഫീസിൽ കയറിയ അന്നൊട്ടെൻ്റെ ദുരന്തമാണ് ഞാൻ കാണുന്നത്. എനിക്കത്ര ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ പറഞ്ഞത് ഒരു മാന്യത വേണ്ടേ? അതില്ലല്ലോ അവൾക്ക്. എടി, നീ എന്തിനിങ്ങനെ വിഷമത്തോടെ വരണേ? അല്ല സാറ് നീ പറഞ്ഞ? അല്ല, നിന്റെ മുഖം വല്ലാണ്ട് ഡള്ളായിരിക്കണേ, അത് ചോദിച്ചേ. എന്തുണ്ട് സാർ വല്ലതും പറഞ്ഞ? അല്ല, അപ്പം എൻ്റെ മുഖം കണ്ടിട്ട് നിനക്കെന്താ തോന്നണേ? എനിക്ക് ചെയ്ത കിട്ടില്ലെന്നാ? എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫീലിങ്സ് തോന്നിക്കണേ. ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത്, അറിയോ? എന്തുണ്ട്? മറ്റേ ആര്യൻ്റെ പ്രശ്നമാണോ? അതന്നെ ആയിരിക്കും. സാറ് നല്ല ചീത്ത അറിഞ്ഞല്ലോ നിന്നെ. അല്ല, നിന്റെ മുഖം ആകെ ഡള്ളായിരിക്കണേ, അതാ ചോദിച്ചേ. എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പോൾ വർക്ക് ചെയ്യും. ഇനി അടുത്ത ചീത്ത കേൾക്കണ്ട. നീ പറഞ്ഞത് ശരിയാ, വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ സാറിൻ്റെ 8ൻ്റെ പണി കിട്ടും. വീണ്ടും ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വർക്ക് ചെയ്യാം. നീ പറഞ്ഞതൊക്കെ ശരിയാ. വേറെ വിധിയില്ലല്ലോ, ഈ വർക്ക് തന്നെ ചെയ്യണം. ഇനി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ജോബ് വിട്ടു പോകും. ഞാൻ വേറെ സ്ഥലത്ത് നോക്കും. അപ്പോൾ നിങ്ങളൊന്നും വിഷമിക്കണ്ട കേട്ടാ. ഇനി ഞാൻ വർക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ അടുത്ത ചീത്ത കേൾക്കും എനിക്ക്. നിൻ്റെ ഇഷ്ടം. എനിക്ക് ഈ ജോബ് വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ടേ. നിനക്ക് ഈ ജോബ് വേണ്ടെങ്കിൽ വേണ്ട, നീ വേറെ നീ നോക്കിക്കോ. പക്ഷേ വിളിക്കണം കേട്ടോ നീ ഈ ജോബ് നിർത്തിയിട്ടുണ്ടെങ്കിൽ. എനിക്കെന്താ ഇങ്ങനെ തോന്നിക്കുന്നത്? നന്ദന പറഞ്ഞ ഓരോ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടണ്. അറിയില്ല, എനിക്ക് വല്ലാണ്ട് എന്തോ മാറി തോന്നിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാന്ന് തോന്നിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യില്ല അവള്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതോ ഞാൻ അവളെയാണോ ഇൻസൾട്ട് ചെയ്യുന്നത്? ആവോ, എൻ്റെ ഹൃദയത്തിൽ എന്തോ തറച്ചു കയറണം എനിക്ക് തോന്നിക്കുന്നത്. അറിയില്ല എന്താണാവോ. സാർ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അത് സാർ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സാറിന് പറയണം, കാരണം അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം ആവും. അതാണ് സാർ, പ്ലീസ്. പിന്നെ സാർ നന്ദന പറയണ്ടായിരുന്നു, നന്ദന ചിലപ്പോൾ ഈ ഓഫീസിൽ നിന്ന് പോകുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല സാർ. പക്ഷെ നന്ദന പറയണ്ടായിരുന്നു ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ പോകുന്നത്. സാറോട് ഒന്ന് പറയാൻ പറഞ്ഞു. ഐ ആം സോ സോറി. എനിക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് എനിക്ക് കുറച്ച് വർക്കുണ്ട്, അതാണ്. സോറി. പിന്നെ എനിക്ക് മനസ്സങ്ങോട്ട് ശരിയാവണില്ലേ, അതാണ്. നിനക്കറിയുന്നതല്ലേ എനിക്ക് ആ മറ്റേ വയ്യാണ്ടിരുന്നെന്ന്, അതുകൊണ്ട് ഐ എം സോറി. പിന്നെ നന്ദന ഈ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ പോകുന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ആളോട് നാളെ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറയണേ. ഇന്ന് വേണ്ട, ഇന്ന് ഒരു ലോഡ് ചെയ്തിട്ടുണ്ട് ആൾക്ക്, അതാണ്. എന്നാ താൻ പൊക്കോ. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. എനിക്ക് ഇന്ന് ആ മീറ്റിംഗ് ചെയ്യാൻ പറ്റില്ല, സോറി കേട്ടോ. അവരോട് പറഞ്ഞു.
എന്നാ പൊക്കു നിങ്ങൾ. ഓക്കെ സാർ, ഞാൻ അവരോട് പറഞ്ഞോളാം ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നത്. കാരണം സാറിന് സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞു കൊടുത്താലും. പിന്നെ നാളെ നന്ദനോട് ഞാൻ പറഞ്ഞു കൊടുത്താളാം സാർ. നാളെ സാറിൻ്റെ ഓഫീസിലേക്ക് വരാൻ സാർ പറഞ്ഞു എന്ന്, കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താളാം. എന്നാൽ സാർ ഞാൻ പോട്ടെ, അവരോട് ഞാൻ പറഞ്ഞു കൊടുത്താളാം കേട്ടോ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നത്. ശരി സാർ. ആ സ്റ്റാഫ് പോയോടെ സഞ്ജു ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ എന്തിനാണ് നന്ദനനെ ഷൗട്ട് ചെയ്തതെന്ന്. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്തു. നീ ഒരു സാധാരണ സ്റ്റാഫ്, എൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ്, നിന്റെ ആവശ്യമില്ലത് എൻ്റെ ഫ്രണ്ട്സിനെ നീ ഇൻസൾട്ട് ചെയ്യണേ. ഒന്നും അറിയാതെ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തോ അവിടെ ഷോൾഡറിൽ ഇല്ല എന്നെ ഹേർട്ട് ചെയ്യുന്നറിയില്ല. തന്റെ ഷോൾഡറിൽ ഒരു പെണ്ണ് ആ പെണ്ണ് കൈ തന്നെ ഷോൾഡറിൽ വെച്ചിട്ട് വേദനിച്ചല്ലോ. ഹൃദയം കൂട്ടി തന്നല്ലോ. ഇല്ല തനിക്ക് അങ്ങനെ അറിയില്ല. എപ്പോഴും എനിക്ക് പറയാം, എപ്പോഴും എന്നെ ഷോട്ട് ചെയ്യാം. ഞാൻ എന്നെ ചിരിക്കാം ഈ ഓഫീസിൽ പോയി. തന്നെ കൊണ്ട് വയ്യാണ്ടായി, തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തത് തെറ്റാണോ? ഇനി അവള് എന്നോട് ക്ഷമിക്കൂ.